പ്രൈസ് ലോർഡ്. ബൈബിൾ വാക്യങ്ങളിലൂടെ സംഖ്യയുടെ പുസ്തകത്തിലെ പിച്ചള സർപ്പത്തെപ്പറ്റി കാണിച്ചിരിക്കുകയാണ്. ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചു കൊണ്ടുവരുന്ന വഴിക്ക് നെഗബിലെ അത്താറിയും വഴി കടന്നു പോകേണ്ടി വന്നു. ഇത് കേട്ട് കനാന്യനായ രാജാവ്, നെഗബിൽ വസിച്ചിരുന്ന കനാന്യനായ രാജാവ് ഇത് കേട്ട് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അവരെ കുറേ പേരെ തടവിലാക്കി. ഇസ്രായേലരായ മോശയും കൂട്ടരും ദൈവത്തോട് ശപഥം ചെയ്തു പറഞ്ഞു, കനാന്യരെ അവരെ തെറ്റായ രീതിയിലും മ്ലേച്ഛമായിട്ടുള്ള രീതിയിലും വിഗ്രഹാരാധനയും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നവരായിരുന്നു. ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പോകുന്നവരായിരുന്നു. ആയതിനാൽ അവരെ നിശേഷം നശിപ്പിച്ചിട്ട് അവരുടെ പട്ടണങ്ങളിലുള്ള എല്ലാ സംഭവങ്ങളും ഞങ്ങൾ നശിപ്പിച്ച് ഞങ്ങൾ അതിലൂടെ കടന്ന് ഞങ്ങൾ ചെങ്കടലിൽ ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന തേനും പാലും ഒഴുകുന്ന ആ സ്ഥലത്തേക്ക് ചെങ്കടലിൽ കടന്നു വേണം പോകാനായിട്ട്. ആ ചെങ്കടലിനടുത്തേക്ക് പോകാൻ ഞങ്ങൾക്ക് അനുവാദം തരണം. ദൈവം അത് അവർക്ക് അനുവദിക്കുകയാണ്. ആ രാജാവിനെ അവരെ യുദ്ധത്തിൽ തോൽപ്പിച്ചു, ഇസ്രായേലിനെ തോൽപ്പിച്ചു. അതിലൂടെ അവരെ ചെങ്കടൽ ലക്ഷ്യമാക്കി മുന്നോട്ട് പോവുകയാണ്. അപ്പം അവരോടൊപ്പം അതിലെ കുറേ പേരൊക്കെ അവരോടൊപ്പം പരദേശികളും കൂടുന്നുണ്ട് ഇസ്രായേലിനോടൊപ്പം. ഈ പോരുന്ന കൂട്ടത്തിൽ അവരെ തടുക്കുന്നവരെയൊക്കെ അവരെ തോൽപ്പിക്കാറുണ്ട്. അതിൽ കുറേ പേര് ഇവരുടെ കൂടെ കൂടുന്നുണ്ട്, പരദേശികളും കൂടുന്നുണ്ട്. ഈ പോകുന്ന വഴി അവർക്ക് വെള്ളത്തിനും ആവശ്യത്തിനെല്ലാം കൊടുക്കുന്നുണ്ട്, വെള്ളവും ഭക്ഷണവും എല്ലാം കൊടുക്കുന്നുണ്ട്, മന്ന. പക്ഷെ അവർക്ക് മുറുമുറുപ്പ്, അവർക്ക് അതായത് സ്വാദിഷ്ടമായ ഫുഡുകൾ, ഇറച്ചിയും മാംസങ്ങൾ അതൊന്നും കിട്ടുന്നില്ലല്ലോ ഈ യാത്രയിൽ. അതിനവർ മോശയ്ക്കുമെതിരായിട്ടും ദൈവത്തിനെതിരായിട്ടും പിറുപിറുത്തുകൊണ്ടിരിക്കുന്നു. ആ പിറുപിറുപ്പ് ദൈവസന്നിധിയിലെത്തി. ഇസ്രായേലിയരുടെ ഈ പിറുപിറുപ്പ് കാരണം ദൈവത്തിന് സഹിക്കട്ടു. അവർക്ക് വേണ്ടത് കൊടുക്കുന്നുണ്ട്, കാടപ്പക്ഷിയെ കൊടുത്തു അവർക്ക് കൊടുത്തു. പക്ഷേ അവർ സ്ഥിരം കഴിച്ചിട്ടാണെന്നാലും അവർക്ക് പോരാ എന്നുള്ള ഒരു പിറുപിറുപ്പ്. അതിൽ പരദേശികളും ഇസ്രായേലിയരുടെ കൂടെയുണ്ട്, അവരുടെയും പ്രചോദനം കൂടിയാണത്. അപ്പോൾ ദൈവം സഹിക്കട്ടിട്ട്